ഹായ്, ആം ആദർശ്. അപ്പോൾ നമ്മൾ ഇന്ന് പോണത് ഇടുക്കിക്കാണ്. ഇടുക്കിയിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. പിന്നെ നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് ഇതുവരെ ഓഫ് റോഡ് കയറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ കൂടെയുള്ള വണ്ടിയും ഒരു ഹിമാലയനാണ്. അപ്പോൾ ഈ രണ്ട് വണ്ടിയും ഇതുവരെ അങ്ങനെ ഓഫ് റോഡൊന്നും കയറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഇതങ്ങ് തീർക്കാമെന്ന് കരുതി. നല്ലൊരു ഓഫ് റോഡ് കയറ്റാമെന്ന് കരുതി പോണതാണ്. മെയിനായിട്ട് നമുക്ക് ഈ ഹിമാലയം കയറ്റാൻ വേണ്ടിയിട്ടാണ്. ഒരു ഓഫ് റോഡ് വണ്ടി എടുത്തിട്ട് ഓഫ് റോഡ് കയറ്റിയില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ. ഇവൻ ഇതുവരെ ഓഫ് റോഡ് അങ്ങനെ കയറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ വണ്ടി നിലവിൽ നമ്മുടെ ഓഫ് റോഡ് വണ്ടിയല്ല എങ്കിൽ പോലും അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്തായാലും നമ്മുടെ വണ്ടി നമ്മൾ ഉറപ്പായിട്ടും കയറ്റും ഓഫ് റോഡ്. ഇനി ഹിമാലയൻ ഇതിക്കടെയൊക്കെ കയറ്റുന്നു, അതിക്കടെയൊക്കെ കയറ്റുക. പിന്നെ അടിയിൽ പ്രൊട്ടക്ട് ഗാർഡൊക്കെ ഉണ്ട്, അതുകൊണ്ട് വലിയ സീനൊന്നും ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി വന്നോടത്ത് വെച്ച് നോ സീൻ. കാൽവരി മൗണ്ടും മേട്ടുക്കുഴിയും. മെയിനായിട്ട് നമ്മൾ മേട്ടുക്കുഴിയാണ് ഫസ്റ്റ് പോണത്, അത് കഴിഞ്ഞിട്ട് കാൽവരി മൗണ്ട്. കാരണം നമുക്ക് ഈ ഓഫ് റോഡ് ട്രയൽസ് കിട്ടണത് മേട്ടുക്കുഴിയാണ്. ആ റൂട്ടിലേക്ക് ഒരു 2-3 കിലോമീറ്ററോളം എനിക്ക് തോന്നുന്നു ഓഫ് റോഡാണ്. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ മെയിനായിട്ട് പോണത്. അത് കഴിഞ്ഞ് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ കാൽവരി മൗണ്ടും കയറും. കാൽവരി മൗണ്ടിൽ ഇപ്പോൾ നീലക്കുറിഞ്ഞി കാര്യങ്ങൾ ഉണ്ടോയെന്ന് അറിയത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീലക്കുറിഞ്ഞിയുടെ ടൈമാണ്. കുറച്ച് ദിവസം മുമ്പ് കണ്ടായിരുന്നു, വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു നീലക്കുറിഞ്ഞി ഉണ്ട് എന്നുള്ള സെറ്റപ്പിൽ. ആ ഒരു പ്രതീക്ഷയുണ്ട്, കാണാൻ പറ്റിയ നല്ലതായിരുന്നു. പിന്നെ നമ്മൾ അത് ഫോക്കസ് ചെയ്തുകൊണ്ടല്ല, മെയിനായിട്ട് ഈ ഓഫ് റോഡ് ഫോക്കസ് ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഭാഗ്യം പോലെ ഇരിക്കും, കാണാൻ പറ്റിയ നല്ലതായിരുന്നു, വീഡിയോസ് എടുക്കാറുണ്ട്. നമ്മളിനി ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട് തോന്നുന്നു കേട്ടോ. ഇടുക്കി ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ നേരെ ഇടുക്കി ഡാം ഒന്ന് കാണണം. ഇടുക്കി ഡാമും കണ്ട് അതിൻ്റെ ഒരു വീഡിയോസ് എടുത്ത് നമ്മുടെ ഒരു മൂവി ഉണ്ടല്ലോ, ഏതായിരുന്നു, മഹേഷിൻ്റെ പ്രതികാരം ഷൂട്ട് ചെയ്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാദ്യം കാണണം, എന്നിട്ട് നേരെ പിന്നെ ഡാമും കാണണം, എന്നിട്ട് നേരെ നമ്മൾ മേട്ടുക്കുഴി. ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതേ കാണുന്നത് നമ്മുടെ ഇടുക്കി ഡാമാണ്. പക്ഷേ മരങ്ങളും ഭയങ്കര ചോലകൾ കാരണം അത്ര ക്ലിയർ അല്ല കേട്ടോ ഇവിടെ നിന്നുള്ള ഈ ഭാഗം. ഈ ഗ്രൗണ്ട് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ടോ നോക്ക്. ഇതാണ് നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരം മൂവിയിൽ ക്ലൈമാക്സ് സീനുണ്ട്, ഒരു ഫൈറ്റ് സീൻ. ആ ഫൈറ്റ് സീൻ പിടിച്ചേക്കുന്നത് ഈ ഗ്രൗണ്ടിലാണ്. അങ്ങനെ നമ്മുടെ ഫഹദ് ഫാസിൽ അടിയുണ്ടാക്കിയ സ്ഥലം നമ്മൾ കണ്ടു. ഇനി നമ്മൾ നേരെ മേട്ടുക്കുഴിക്കാണ് പോണത്. പിന്നെ ഡാം അവിടെ നിന്ന് അത്ര വലിയ വ്യൂ ഇല്ലായിരുന്നു, കാരണം നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അവിടെ നിന്ന് ഒരു വ്യൂ ഇല്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടൊരു സ്പോട്ട് ഉണ്ടായിരുന്നു, അവിടെ അത്യാവശ്യം നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല രീതിക്ക് ഡാം ഫുള്ള് കണ്ടു. നമുക്ക് ഡാമിലേക്ക് പോകാൻ അലോട്ടർ അല്ല, നമ്മളെ കടത്തി വിടത്തില്ല ഡാമിലേക്ക്. അല്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കയറി എന്തെങ്കിലും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാമായിരുന്നു. ആരെയും അനുവദിക്കുന്നില്ല, അങ്ങനെ വണ്ടികളൊന്നും അങ്ങോട്ട് കടത്തി വിടുന്നില്ല. ഇനി ഇപ്പോൾ നമ്മൾ നിലവിൽ നേരെ പോകണം മേട്ടുക്കുഴിക്കാണ്. ഇനി ഓഫ് റോഡാണ്. ഇനി കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിയുമ്പം എന്തായാലും ഇപ്പോൾ തന്നെ റോഡ് ചെറുതാണ്, അത്യാവശ്യം ചെറിയ കുണ്ടും കുഴിയൊക്കെ വന്ന് തുടങ്ങി. ഇനി പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡേ ഉണ്ടാവില്ല, ഫുൾ ഓഫ് റോഡായിരിക്കും. ഇപ്പോൾ ആ കണ്ട പട്ടിക്കുട്ടീനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ആറ് വളർത്തണ, അതിൻ്റെ കഴുത്തിൽ ബെൽറ്റൊക്കെ ഉണ്ട്, ഫുൾ ബ്ലാക്ക്, നാടൻ പട്ടിയാണ്, നല്ല രസമുണ്ട് അതിനെ കാണാൻ. ഇവിടെ റോഡ് ഭയങ്കര മോശമായി തുടങ്ങിയിട്ടുണ്ട്, എന്താവോ ഇനി ഇത് എവിടെയാ ശരിക്കും പറഞ്ഞാൽ സ്പോട്ട് ഞങ്ങൾക്ക് ആർക്കും കറക്റ്റായിട്ട് അറിയത്തില്ല. നമ്മൾ ബാക്കിലിരുന്ന് അവൻ ഫ്രണ്ട് ഗൂഗിൾ മാപ്പ് നോക്കുന്നുണ്ട്. ഈ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയാണ് നമ്മൾ ഈ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് പോകണം കേട്ടോ. ഇവിടെ ബോർഡ് എന്തോ വേറെ എന്തൊക്കെയോ എഴുതി. ഇവിടെ ഒരു കിടിലം വ്യൂ ഉണ്ട് റൈറ്റ് സൈഡിൽ. നമ്മുടെ ഇടുക്കി ഡാം ഫുള്ള് കാണാൻ പറ്റും കണ്ടോ. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, ഇപ്പം ഞാൻ കാണിക്കാം, 1 സെക്കൻഡ്. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ആ ഇടുക്കി ഡാം ഫുള്ള് കാണാം. ഫോണിലെടുക്കുമ്പോൾ എത്രമാത്രം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. ഇത് ജീപ്പ് നോക്കി ഫുള്ള് ചെളി വണ്ടിയിൽ ഓഫ് റോഡ് കയറിയിട്ട് കിടക്കും. ഇവന്മാരെങ്ങോടെ ഈ പോണേ? ഇതാണ് റൂട്ട്, ഇതാണ് നമ്മുടെ ഓഫ് റോഡ് റൂട്ടോ. ഇനി ഫുള്ള് അങ്ങോട്ട് ഓഫ് റോഡാണ്. അവന്മാർ അവർ ഫുഡ് കഴിക്കണ കേട്ടോ, അവർ വണ്ടിയിൽ വെച്ച് കഴിക്കുക. ഈ ഓഫ് റോഡ് എനിക്ക് തോന്നുന്നു അവർ കയറിയിട്ട് ഇറങ്ങി വന്നാന്ന് തോന്നുന്നു. അത്യാവശ്യം വെള്ളമൊക്കെ കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നലെ മിക്കവാറും രാവിലെ അല്ലെങ്കിൽ ഇന്നലെ നല്ല മഴയായിരുന്നായിരിക്കും. ഫുള്ള് ചെളിയാട്ടോ, സീന് മോനെ. ഇനിയാണ് ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യണേ. അങ്ങനെ അവന്മാർ പോയി. ഇനി നമുക്ക് പയ്യെ പുറകെ പിടിക്കാം. സീനാണ് കേട്ടോ. ഇപ്പം തന്നെ നോക്കിയേ, ഫുള്ള് ഭയങ്കര കയറ്റമാണ് കേട്ടോ. ഇത് ഭയങ്കര കയറ്റമാണ്.
ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ടയർ ഭയങ്കര ഷോക്കാണ്. ഫ്രണ്ട് കുഴപ്പമില്ല, ബാക്ക് ടയർ ഭയങ്കര ഷോക്ക്, ഗ്രിപ്പ് ഒട്ടുമില്ല. അപ്പോൾ ഈ ഒത്തിരി ചെളിയൊക്കെ ആണെങ്കിൽ പണി കിട്ടും, ഉറപ്പായിട്ടും പണി കിട്ടും. റിസ്ക് പിടിച്ചാണ് കയറുന്നത്. അതുമാത്രമല്ല വല്ല പൊട്ടുമോയെന്നൊക്കെ എനിക്കൊരു പേടിയുണ്ട്. ടയർ എന്തായാലും മാറണം. എന്തായാലും പൊട്ടാണേ പൊട്ടട്ടെ. ഓ സീൻ റൂട്ടാണ് കേട്ടോ ഇത്. അവന്മാരെ കാണാനില്ലല്ലോ. എന്തായാലും ഓഫ് റോഡ് പോകാത്തതിൻ്റെ കൊതിയും മതിയൊക്കെ ഇന്ന് എന്തായാലും മാറ്റുക. അയ്യോ എപ്പോഴാണോ തെന്നി നിലത്തിടണത് സത്യം പറഞ്ഞാൽ അറിയില്ല. ഫ്രണ്ട് ടയറിൻ്റെ ഒരു ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് മാത്രം പിടിച്ചിരിക്കുക. ഈ ചെളി മൊത്തം ആ ടയറിലേക്ക് കയറി ഫ്രണ്ട് ടയറും സീനാവുന്നതാണ്. ബാക്ക് ടയർ ചുമ്മാ ബാക്കിൽ ഒരാൾ ഉണ്ടായിട്ട് പോലും ചുമ്മാ കിടന്ന് തെന്നുക. ഈ ഇപ്പോൾ വെയിറ്റ് കൂടി ഇല്ലെങ്കിൽ ഒന്നാമത് ഈ MTയുടെ ബാഗിന് ഭയങ്കര വെയിറ്റ് കുറവാണ്. വണ്ടിയൊക്കെ ഒരു ബ്രേക്കൊക്കെ ചവിട്ടുമ്പോഴാണ് വണ്ടി ചുമ്മാ അയ്യോ വണ്ടി ചുമ്മാ ഇങ്ങനെ പാളും, ബാക്ക് പാളും. അപ്പോൾ പിന്നെ ഈ വെയിറ്റ് കൂടി ആളും കൂടി ഇല്ലെങ്കിൽ ഉണ്ടല്ലോ പറയേ വേണ്ട. അയ്യോ എന്തായാലും വണ്ടിയുടെ കോല ഇന്ന് കൊണ്ട് തീരുമാനമാവും, അടിപൊളിയായിരിക്കും. ചുമ്മാ ബാക്ക് ഇവന് ഇരുന്നിട്ട് പോലും എങ്ങനെ പോയാലും ഒരു 10-50 കിലോമീറ്റർ ഉണ്ടല്ലോ, എന്നിട്ട് പോലും വണ്ടിയുടെ ബാക്ക് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പാളുക. സീൻ റൂട്ട്. അയ്യോ അവന്മാർ ഫ്രണ്ടിൽ പോയിക്കോട്ടെ എന്ന് വെച്ചു. കാരണം നമ്മുടെ വണ്ടിക്ക് ബാക്ക് ടയറും കുറവാണ്, അതുമാത്രമല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കുറവല്ലേ. അത് ഓഫ് റോഡ് വണ്ടിയല്ലേ, അവന്മാർ തന്നെ മുമ്പിൽ പോട്ടെ. പക്ഷെ എൻ്റെ പോനെ പോയോ സീൻ ഫുള്ള് ചെളിയാട്ടോ, ചെളിഞ്ഞ് അവിഞ്ഞ് കിടക്കുക. മഴ പെയ്തുകൊണ്ട് ഭയങ്കര തന്നലായിരിക്കും. അയ്യോ ഇത് സീന്. അയ്യോ സീൻ കാലം നനഞ്ഞു. കുമാരനെ കാണിക്കണ പോടാ. സീൻ ഇത് അത്യാവശ്യം നമ്മുടെ വണ്ടിയൊക്കെ ഇത് അയ്യോ അടിയിടിച്ചു. സീന് ഒരു ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു. അതിലോട്ട് എടുത്ത് ചാടിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ എത്രമാത്രം ഫീൽ ചെയ്യുന്നതെന്ന് അറിയില്ല കേട്ടോ. ഇത് ഭയങ്കര ഇറക്കവും അത്യാവശ്യം നല്ല ചെളിഞ്ഞ് അവിഞ്ഞിറങ്ങുകൊണ്ടാണ് സീൻ. ബാക്ക് ടയർ ഭയങ്കരമായിട്ട് സ്ലിപ്പ് ആവുന്നുണ്ട്, നല്ല രീതിക്ക് ബാക്ക് ടയർ സ്ലിപ്പ് ആവുന്നുണ്ട്. കാണിക്കാൻ കയറി പോടാതെ ഹിമാലയാണ് അത്ര ഹിമാലയ ചെടി കളി അവിടെ. അതിനിപ്പോ കയറൂടാ, കയറും. ചെടി കളിക്കും. പോട്ടെ പാളി അത് പണി കിട്ടി അത് പണിയത്. എൻ്റെ എടാ അത്രേ ഉള്ളൂ. എടാ അതിക്കടെ കയറ്റണ്ടോ, അടുക്കള കയറ്റണ്ട, പണി പാളും. എൻ്റെ അടിയാ. എടാ സീനാവണ. ഈ പറഞ്ഞോന്നല്ല ഞാൻ തെന്നിപ്പോയി. ഈ സൈഡ് ഓക്കെ സെറ്റ്. ഓ എടാ ഇവിടെ ചെളിക്കുഴിയാടാ.
അതിന് സൈഡ് നോക്കാം. പെട്ടപ്പോ ഇടിയുണ്ടോ ഓഫ് റോഡോ? ഓഫ് റോഡോ? അല്ല തിരിച്ചോ ഇതല്ല വഴി. ഇത്രയും കഷ്ടപ്പെട്ടുള്ള ഓഫ് റോഡും ചാടി ഉള്ള തോട്ടാപ്പുഴുവിൻ്റെ ഒക്കെ കടിയും കൊണ്ട് ഇവിടെ വരെ എത്തിയപ്പോഴാണ് നമ്മൾ ആ സത്യം തിരിച്ചറിഞ്ഞത്. വഴി തെറ്റിപ്പോയി, വേറെ ഏതോ ദുനിയാവിലാണ് വന്നെത്തിയേക്കണേ. പയ്യെ പയ്യെ സീനാവും. ഉള്ള പഠിച്ചോനെ. അയ്യോ മറ്റേ വഴി മതിയാർന്നോ? മൂഞ്ചിരണ. അയ്യോ എന്നെയാണ് കയറി കയറി. ആ ശരി. ചെടി മഴ. നമ്മളങ്ങനെ കയറിയത് ഫുള്ള് തിരിച്ചിറങ്ങും കേട്ടോ. ഇത് കണ്ടോ, ഹിമാലയനിൽ നിങ്ങൾക്ക് ഹൈറ്റ് ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും. ഇതാണ് അവസ്ഥ. വണ്ടിയുടെ അവസ്ഥ നോക്കി, ടയറൊന്നും ഇല്ല. പക്ഷെ എൻ്റെ